പഞ്ചാബിലെ മൊഹാലിയിൽ കർഷക മാർച്ചിനിടെ സംഘർഷം. കർഷകരും പഞ്ചാബ് പോലീസും ഏറ്റുമുട്ടി. കർഷക നേതാക്കളായ ജഗജിത് സിംഗ് ദല്ലേവാൾ, സിർവാൻ സിംഗ് പഥാൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, വിശദാംശങ്ങൾ എന്താണ് അച്യുതൻ? റീജിത്ത്, ഇന്ന് കേന്ദ്ര സർക്കാരുമായി കർഷക നേതാക്കൾ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് നേരത്തെ കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മിനിമം താങ്ങുവില, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു. പക്ഷേ ആ ചർച്ച ഇന്നും ഫലം കണ്ടില്ല. അതിനെ തുടർന്ന് മെയ് 4 വീണ്ടും ചർച്ച മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ പശ്ചാത്തലത്തിൽ ആ ചർച്ചയ്ക്ക് ശേഷമാണ് പുറത്തിറങ്ങിയ നേതാക്കൾ ശംഭു അതിർത്തിയിലേക്ക് പോകാനൊരുങ്ങവേ പോലീസിൻ്റെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ജഗത്പുരയ്ക്ക് സമീപത്ത് വെച്ച് പോലീസ് ഈ ജഗജിത് സിംഗ് ദല്ലേവാൾ ഉൾപ്പെടെയുള്ള, അതായത് സർവർ സിംഗ് പന്തേർ ഉൾപ്പെടെയുള്ള കർഷക നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ശംഭു അതിർത്തിയിലെത്തി കർഷകരുടെ സമരപ്പന്തൽ അത് പൊളിച്ചു നീക്കുന്ന നടപടി പഞ്ചാബ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ആ സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന കർഷകരെ ബലം പ്രയോഗിച്ച് നീക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പോലീസ് നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ മേഖലയിൽ, അതായത് ശംഭു അതിർത്തിയിൽ കർഷകരും പോലീസുമായൊരു ഏറ്റുമുട്ടൽ ഉൾപ്പെടെ ഉണ്ടായൊരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കർഷകരെ ഈ സമരപ്പന്തലിൽ നിന്ന് നീക്കി പന്തൽ പൊളിക്കുന്നൊരു നടപടിയിലേക്ക് കൂടി പോലീസ് കടന്നിരിക്കുന്നു. എന്തായാലും ഇതൊരു വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ എത്തുന്നതിന് ഇടയാക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിരിക്കുകയാണ് ശംഭു അതിർത്തിയിൽ. റിജിത്ത്, ശരി, കർഷകരുടെ പ്രതിഷേധത്തിനിടെ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നു. കർഷകരെ കസ്റ്റഡിയിലെടുക്കുന്നു. അവരുടെ സമരപ്പന്തൽ പൊളിച്ചു നീക്കുന്ന നടപടിയിലേക്കൊക്കെ പഞ്ചാബ് പോലീസ് കടക്കുന്നു. ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യം അവിടെ രൂപപ്പെടുന്നു. ആർ അച്യുതൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും.